ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ജനുവരി 19, 2026 തിങ്കളാഴ്ച. ഇന്ന് എനിക്ക് വർക്കിൻ്റെ ഭാഗമായിട്ട് പോകേണ്ടത് വടകരയ്ക്കാണ്. പക്ഷെ അതിന് മുമ്പ് എനിക്ക് കാലിക്കറ്റ് കുറച്ച് വർക്ക് ചെയ്ത് തീർക്കേണ്ട ആവശ്യമുണ്ട്. ആദ്യം പോയത് അതിലേക്കാണ്. കാലിക്കറ്റ് വർക്ക് കഴിഞ്ഞിട്ട് ഞാൻ നേരെ വടകരക്കുള്ള ബൈപ്പാസ് കയറി. വടകര എന്ന് പറയുമ്പോഴേ എനിക്ക് തീരെ വർക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്തൊരു സ്ഥലമാണ്. അത് പക്ഷേ ആളുകളെ കൊണ്ടല്ല, അവിടുത്തെ സ്ഥലം കൊണ്ട്. കാരണം വേറെ ഒന്നുമല്ല, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അവിടെ ഒരു വികസനവും നടക്കുന്നില്ല. വികസനത്തിന്റെ പേര് പറഞ്ഞ് നടക്കുന്ന എല്ലാ പരിപാടിക്കും പൊടി നിന്നത് അവിടുത്തെ ജനങ്ങളും പിന്നെ ഞങ്ങളെ പോലത്തെ ആളുകളും. ഇക്കഴിഞ്ഞ ദിവസം പന്തിരങ്കാവ് ടോൾ പാസ് ഓപ്പൺ ആയി. 80 കിലോമീറ്ററോ 100 കിലോമീറ്ററോ സഞ്ചരിക്കും മാത്രമാണ് ബൈപ്പാസ് നിയമപ്രകാരം നമ്മൾ ടോൾ കൊടുക്കേണ്ടത്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, മാഹി കഴിഞ്ഞാൽ എത്ര കിലോമീറ്റർ നമ്മളിങ്ങനെ ദൂരം പേരുന്നുണ്ട്. എന്തിനേറെ പറയുന്നു, 2 വർഷമായിട്ട് ഒരു പാലം പോലും കെട്ടിക്കഴിഞ്ഞിട്ടില്ല. നമുക്കത് വിടാം, നമുക്ക് നമ്മുടെ കാര്യം മാത്രം നോക്കാം അല്ലേ. വടകര എത്തിയിട്ട് ഞാൻ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. നിങ്ങളുടെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാം അറിയാം ക്ലാസിക് ലാബ്. അതിന്റെ തൊട്ടടുത്ത് ഇങ്ങനെ ഒരു കുഞ്ഞു കടയുണ്ട്. എല്ലാ ദിവസവും പുറത്തുനിന്നുള്ള ഭക്ഷണം ആയതുകൊണ്ട് വയറ് കേടാവാതിരിക്കാനാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കണ്ടുപിടിക്കുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ എന്റെ വർക്ക് കണ്ടിന്യൂ ചെയ്തു. വർക്ക് അങ്ങനെ പുരോഗമിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു കുറുമ്പിയെ കാണുന്നത്. പുള്ളിക്കാരെ അറിയാതെ ഞാൻ നൈസായിട്ട് അതങ്ങോട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചു. വടകരയിലെ വർക്കൊക്കെ തീർത്തിട്ട് ഞാൻ നേരെ പോയത് ആയഞ്ചേരിക്കാണ്. ആയഞ്ചേരിയിലെ വർക്ക് കഴിയുമ്പോൾ ഏതാണ്ട് 6 മണിയോട് അടുത്തിരുന്ന സമയം. പക്ഷെ സൂര്യൻ എന്റെ കൂടെ കട്ടയ്ക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ സുഖമായിട്ട് തിരിച്ചു പോന്നു. പോരുന്ന വഴിയിലും പുള്ളിക്കാരൻ നല്ലതായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് എപ്പോഴോ പുള്ളിക്കാരന്റെ ഭാവം മാറി. ചെറുതായി ആ മുഖം ഒന്ന് കറക്കുന്നുണ്ടോ എന്ന് തോന്നി തുടങ്ങി. പക്ഷേ അല്ല, ശരിക്കും കറക്കുന്നുണ്ടായിരുന്നു. ഞാൻ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും ഏതാണ്ട് ഇരുട്ട് ബാധിച്ചിരുന്നു പുള്ളി. ചുമ്മാതല്ല, ഏതാണ്ട് 1.25 മണിക്കൂർ യാത്രയുണ്ടായിരുന്നു വീട്ടിലേക്ക്. പിന്നെ വീട്ടിലെത്തി കുളിഞ്ചപ്പൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഡയറി മാറ്റിയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ന്യൂ ഇയർ കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഡയറി മേടിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അത്രയും ദിവസത്തെ ഡയറി എഴുതി തീർക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈ കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഞാൻ അത് മൊത്തമായിട്ട് കംപ്ലീറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇന്നാണ് ശരിക്കുള്ള ഡയറി എഴുതുന്നത്. അങ്ങനെ ഇന്നത്തെയും എൻ്റെ ഡയറി കുറിപ്പുകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.